അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ. നമുക്കും പനി മാറിയിട്ടും മാറാതെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും കുറേയൊക്കെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് വേറെ അതൊന്നുമല്ല. ഞാൻ ഇന്ന് പറയാൻ വന്ന വേറെ വിഷയമാണ്. നമ്മുടെ ദീനിലേക്ക് വന്ന ശ്രീജ ഫാത്തിമ എന്ന് പറഞ്ഞ സഹോദരി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഞാൻ കുറേ ദിവസമായി ആ ഒരു വീഡിയോസ് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ലൈവ് കയറി ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇത്തരം വാക്കുകൾ പറയല് അല്ലാതെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ശക്തമായിട്ട് പറയാമല്ലോ, ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുതെന്നു. ഉടനെ തന്നെ ശരിയെത്താ ശ്രമിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പിന്നെ അങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഈ പറയണ മാതിരി തന്നെ അവൾ പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് വരുന്ന കമൻറ്റുകൾ അതേമാതിരിയാണ്. കാരണം പച്ച തെറിയാണ് അവൾക്ക് കമൻറ്റ് വരുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു തെറി നമ്മളെ കമൻറ്റിൽ വന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ പറയും. അപ്പോൾ ഈ പറയുന്നത് അവൾ പറയുന്നതേ കേൾക്കുന്നുള്ളൂ, മറ്റുള്ളവരെ കമൻറ്റ് നമ്മൾ കാണുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസം ഞാനൊന്ന് ശ്രദ്ധിച്ചു ആ കമൻറ്റ് എന്താണെന്ന്. ആ കമൻറ്റിൽ നന്നായിട്ട് പറയുന്നുണ്ട്. അവർ വന്ന് ഇങ്ങോട്ട് തെറി പറയുന്നത് കൊണ്ടാണ് അവൾ അങ്ങോട്ടും തെറി പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറയൂല. എന്താണെങ്കിലും ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്ര ഇതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നജിലാൻ്റെ കാര്യത്തിൽ ആദ്യം റിയാക്ഷനായിട്ട് വീഡിയോ ചെയ്ത ആളാണ് ശ്രീജ ഫാത്തിമ. രണ്ടാം പ്രാവശ്യം ഇപ്പോൾ തിരിച്ച് ചെയ്യുന്നുണ്ട്. ശ്രീജ പറയുന്നതിലും ശ്രീജ എന്ന് പറയാൻ തന്നെ പാടില്ല. കാരണം നമ്മളെ ദീനിലേക്ക് വന്നാൽ അവർ പൊന്നാണിയിൽ നിന്ന് ഏത് പേരാണോ സ്വീകരിച്ച് അവർ പുറത്ത് വരുന്ന ആ പേരിൽ അവരെ വിളിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മളെ ഇസ്ലാമിക നിയമം. അപ്പോൾ ഫാത്തിമ എന്ന് വിളിക്കുന്നതാണ് ശരി. കാരണം അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ശ്രീജ ഫാത്തിമ എന്ന് വെച്ചിട്ടുണ്ടാവുക. കാരണം അകിടി പേരൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷെ ഫാത്തിമ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നജിലാനെ റിയാക്ഷൻ ചെയ്ത് വന്ന ആളാണ്. പിന്നീട് എന്തൊക്കെയോ നജില വിളിച്ച് സംസാരിച്ച് ഈ പറഞ്ഞ മാതിരി തന്നെ അവസ്ഥകൾ പറഞ്ഞു. പക്ഷെ എന്നാലും നജിലാനെ 100% അവർ സപ്പോർട്ട് ചെയ്യല്ല. നജില ഭാര്യ എന്നുള്ള നിലയ്ക്ക്, മകളെന്നുള്ള നിലയ്ക്ക്, ഉമ്മ എന്നുള്ള നിലയ്ക്ക് എല്ലാം പരാജയമാണ് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും കാരണം ഞാനും കുറേ നാളായിട്ട് ഞാനും ചോദിച്ചിരുന്ന ചോദ്യമാണ്. കാരണം ഈ നജിലാക്ക് എന്താണ് ഇത്ര എല്ലാവരും ഒന്നും അറിയാത്ത ഒരു പൊട്ടിപ്പെണ്ണാണ് നജില. പൊട്ടിപ്പെണ്ണാണെന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എനിക്കത്രേ തോന്നിക്കണത്. കാരണം ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഞാൻ തന്നെ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. കാരണം അവളെ ഉമ്മയും വാപ്പയൊക്കെ അതിന് മുമ്പ് തന്നെ കൊണ്ടുപോയി ഒരു കൗൺസിലിങ്ങോ അതെല്ലാം ചെയ്തിരുന്നെങ്കിൽ ആ പെണ്ണിൻ്റെ ജീവിതമൊന്നും ഇങ്ങനെ ആവില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ അടിയിൽ ഒരു നജിലാൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം കുറേ ആൾക്കാരെടുത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നിടത്തോളം നജില അങ്ങനെ പൊങ്ങിപ്പോകുന്നല്ല. നജിലാക്കത് പ്രശ്നമായിട്ടില്ല. കാരണം നജിലത് കേട്ട് കുറേ പറയില്ലേ, അടി കൊണ്ട് തയമ്പ് പിടിച്ചു പറയില്ല. എന്നാൽ മാതിരി നജില അത് കേട്ട് നജിലക്ക് തയമ്പായി. ഏതായാലും ശ്രീജ ഫാത്തിമ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ 100% യോജിക്കുക കേട്ടോ. കാരണം ഒരു ഭാര്യ എന്നുള്ള സ്ഥാനം, ഒരു മകളെന്നുള്ള സ്ഥാനം, ഒരു ഉമ്മ എന്നുള്ള സ്ഥാനം. കാരണം ഉമ്മ എന്നുള്ള സ്ഥാനം നജില ശരിയാക്കണുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. പക്ഷെ എന്താണെങ്കിലും ഞാൻ പറയുന്നത്, എത്ര തന്നെ നമ്മൾ മോശം എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഷാൻ വന്നതുകൊണ്ടാണ് ആ മോൾ അവളെ അടുത്ത് സുരക്ഷിത അല്ല എന്നുള്ളത് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ അവളെ മോൾ അവളെ അടുത്ത് തന്നെയാണ് സുരക്ഷിതം. പിന്നെ നജിലാനേക്കായൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകൾ നമ്മളെ ദുനിയാവിലുണ്ട്. അതിനേക്കാൾ കാരണം നിങ്ങൾ കുറേ മുമ്പൊക്കെ കേട്ടിട്ടില്ലേ, കണ്ടതല്ലേ നമ്മൾ ടി വി കൂടെ ന്യൂസിൽ കൂടെ 24-ലും മനോരമ ന്യൂസൊക്കെ എടുത്ത് കാണിച്ചിരുന്നു. കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടി സ്വന്തം മക്കളെ കടൽക്കരയിൽ കടൽ ഭിത്തിയുടെ ഇടയിൽ കല്ലിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് 1.5 വയസ്സ് 2.5 വയസ്സുള്ള കുട്ടികളൊക്കെ പാറയിൽ അടിച്ചിട്ട് തലയടിച്ച് അതിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് പോകുന്ന അമ്മമാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണത് നമ്മൾ കണ്ടതല്ലേ. അതുമാതിരി ഒരു നജില ചെയ്തില്ല. പക്ഷെ നജില ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതിൽ വേണ്ടതും വേണ്ടാത്തതും ആവുന്നു. അതാണ് സംഭവിക്കുന്നത്. വേണ്ടതും പറയുന്നുണ്ട്, വേണ്ടാത്തതും പറയുന്നുണ്ട്. ഈ വേണ്ടത് എന്താ വേണ്ടാത്ത എന്താണെന്നില്ല, അവൾക്ക് കിട്ടുന്നതെല്ലാം അവൾ കണ്ടൻറ്റാക്കി എടുക്കുന്നത്. ആ കണ്ടൻറ്റുകൾ എടുത്ത് മറ്റുള്ളവരും ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും അത്ര വലിയ പ്രത്യേകത ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നജില പറഞ്ഞ കാര്യം ഞാൻ പറയൂട്ടില്ല, അത് ഞാൻ പറയാതിരിക്കൂലേ. നജില പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയുക ചെയ്യും. അത് നമുക്ക് ഉറപ്പായിട്ടും നിങ്ങളെ അറിയിക്കണം. കാരണം ഇസ്ലാമിൽ നടക്കാത്ത അമ്മാതിരി ഒരു രഹസ്യം നജില എന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ ആ രഹസ്യം ഞാൻ നിങ്ങളെ അറിയിക്കണ്ടേ.
അപ്പോൾ അതറിയിക്കും ഞാൻ. കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഒരു സുഖമല്ല ആ രഹസ്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഉന്മേഷം വേണ്ട. ഇത് ഉന്മേഷമല്ല. കാരണം എന്താ വെച്ചെങ്കിൽ ജലദോഷം പനിയും ചുമയൊക്കെ പിടിച്ചിട്ട് ഒരു സുഖമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്നിട്ടേ അത്രയും രഹസ്യമായ കാര്യങ്ങൾ പറയാം. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയട്ടെ എന്നിട്ട് പറയാമെന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം ആയുസ്സോടെ ഉണ്ടെങ്കിൽ, ആരും തല്ലിക്കൊന്നില്ലെങ്കിൽ.